ഹായ് ഗായ്സ്, ഒരു 1 വീക്ക് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. ചെറുതായൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് പോയി വന്നപ്പം കലശലായ തലവേദനയായിട്ടാണ് വന്നത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞത് മൈഗ്രെയിൻ്റെ ചെറിയ ഇഷ്യൂ ആണ്, ഫോണൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് കുറയ്ക്കണം എന്ന്. വിവരമുള്ളവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് ഫോണൊക്കെ ഉപയോഗം കുറച്ചിട്ട് റെസ്റ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോയ വിശേഷങ്ങളൊന്നും നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് ലേറ്റായി പോയി. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ. വെള്ളിയാഴ്ച വൈകിട്ടാണ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറുന്നത്. പോയത് എവിടേക്കാന്ന് പറഞ്ഞില്ലല്ലേ, ബാംഗ്ലൂർ. എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മകൻ താമസിക്കുന്നുണ്ട്. അവൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പം അവളൊന്ന് കണ്ടുവരണ്ടേ, മോശമല്ലേ? അവളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ കേട്ടോ. അവളെ കാണാൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ഹിജൻ അജണ്ട ഉണ്ട്, അത് ഞാൻ വൈകിയേ പറയാം. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ രാവിലെ മോർണിംഗ് ഒരു 6:30-7 മണിയാകുമ്പോൾ ബാംഗ്ലൂർ എത്തി. ബ്രദർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ്റെ കൂടെ വീട്ടിലെത്തി, ഒന്ന് റെസ്റ്റ് ചെയ്ത് ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവരായിട്ട് സോറിയൊക്കെ പറഞ്ഞ് കുറച്ച് നാട്ടുവർത്താനങ്ങളും കുറച്ച് ഗോസിപ്സൊക്കെ അടിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഹിജൻ്റെ അജണ്ടയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. സത്യത്തിൽ അവളെ ഞങ്ങൾ കാണാൻ വന്നതാണെങ്കിലും ബാംഗ്ലൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം ഓഫീസിൽ ലീവ് എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ ഫ്രൈഡേ തന്നെ പോകാൻ ഉദ്ദേശിച്ചത്. കാരണം സാറ്റർഡേ സൺഡേ നമുക്ക് ബാംഗ്ലൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. സോ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എവിടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനൊന്നും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളവർക്ക് ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല, ചോദിച്ചു നോക്കണം അവരോട്. കാരണം ഞാൻ ബാംഗ്ലൂർ എവിടെയൊക്കെ സ്പോട്ട് ചെയ്യാനുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഫസ്റ്റ് ഉണ്ടായ സ്ഥലമാണ് ബാംഗ്ലൂർ ഐക്ക. ഞാനിങ്ങനെ കിച്ചണും റൂമും വീടൊക്കെ ഓർഗനൈസ് ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് തന്നെ യൂട്യൂബ് തുറക്കുമ്പോൾ റെക്കമെൻഡേഷനിൽ വരുന്നത് ഇങ്ങനെ ഐക്കയിൽ പോയി പർച്ചേസ് ചെയ്യുന്നതും ഐക്കയിലെ പ്രൊഡക്ട്സിന്റെ റിവ്യൂസും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഐക്യ ഒന്ന് കാണാൻ പോകണമെന്ന്. അവിടുന്ന് പർച്ചേസ് ചെയ്യാനൊന്നും വലിയ ആഗ്രഹമില്ല കേട്ടോ, കാരണം നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങൂലാന്ന് എനിക്കറിയാം. എന്നാലും അവിടെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യണമല്ലോ, അതിനു വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോയതാണ് കേട്ടോ ഇവരെയൊക്കെ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം തന്നെ അവർക്ക് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ റൂംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുക. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ചടപ്പ് വരും, അത് സ്വാഭാവികമാണ്. എൻ്റെ കൂടെ വന്നവർക്കും ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ പോകെ നമ്മൾ ക്രോക്കറി ഐറ്റംസ്, ഡെക്കോർ ഐറ്റംസ്, അതേപോലെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് വരാനുണ്ട്. സത്യത്തിൽ നമ്മൾ CID മ്യൂസിയത്തിലെ ബിന്ദു പണിക്കരായിരുന്നു അവിടെ എത്തിയപ്പം. ഫ്ലാറ്റിൽ ബോംബ് വെച്ച് നടന്നപ്പം പാത്രങ്ങളും മിക്സി ഫ്രിഡ്ജൊക്കെ വാരി പിടിക്കുന്ന ബിന്ദു പണിക്കരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ എക്സാക്ട് അതായിരുന്നു ഞാൻ. എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞതും അത് തന്നെയാണ് കേട്ടോ. കാരണം എവിടെ തുടങ്ങണം, എന്തിൽ തുടങ്ങണം, എന്ത് കാണണം എന്നുള്ളൊരു ധൃതിയിലായിരുന്നു ഞാൻ. കാരണം നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചു പോയ സ്ഥലമാണല്ലോ. ഒന്നും വാങ്ങിയില്ല, അവിടെ നിന്ന് വാങ്ങാനില്ല നമുക്കെന്ന് വിചാരിച്ചു പോയ ഞങ്ങള് ഒരു സഞ്ചി നിറയെ സാധനങ്ങൾ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലെന്നല്ല, പക്ഷെ അവിടെ കണ്ടാൽ നമ്മൾ വാങ്ങിപ്പോകും. അങ്ങനെയാണ്. അവരുടെ പ്രൈസ് ടാഗും അവരുടെ ഓഫറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങും. യൂഷ്വലി നടക്കുന്ന കാര്യമാണ് സ്ത്രീകൾക്ക്. ഷോപ്പിങ്ങിന് പോയാൽ അങ്ങനെ ഞാൻ ഒന്നും വാങ്ങില്ല എന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ടാവും അവിടെ എന്തായാലും. അതുപോലെ ഈ കാണുന്ന സഞ്ചിയിലൊക്കെ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളായിരുന്നു കേട്ടോ. കുറച്ച് ഐറ്റംസേ ഉള്ളൂ, എങ്കിലും കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ അന്നത്തെ ദിവസം അവിടെ നിന്ന് പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര വരെയുള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് ഡേ പർച്ചേസിങ്ങും ഇതുപോലെ ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് വരുന്നതാണ്. അതുവരെ ബൈ.